നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ തെസ്സലോനിക്ക ലേഖനം. 1 തെസ്സലോനിക്കർ 2-ാമത്തെ അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. താഴോട്ട് വരുമ്പോൾ അതിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചാട്ട്. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്ന് നിങ്ങളും ദൈവവും സാക്ഷി. ഇതിൻ്റെ തൊട്ട് മേലത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾ വന്ന് ശുശ്രൂഷിച്ചപ്പോൾ നിങ്ങൾക്കൊരു ഭാരമായി തീരാതിരിപ്പാൻ ഞങ്ങൾ ജോലി ചെയ്ത്. 2 തെസ്സലോനിക്കയിൽ ഞാൻ വായിച്ചു, കൊരിന്ത്യ ലേഖനത്തിൽ ഞാൻ വായിച്ചു. ഞങ്ങൾ നിങ്ങളുടെ മധ്യത്തിലായിരുന്നപ്പോൾ എങ്ങനെ ചെയ്തു? ജോലി ചെയ്ത് അധ്വാനിച്ച്. നിങ്ങളുടെ ചിലവിലല്ല, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ചിലവിലാണ് നിന്നത്. കാര്യം അവർ പുതിയ വിശ്വാസികളായിരുന്നു, പലരും വന്നിട്ടില്ലായിരുന്നു. അപ്പം നിങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളായിരുന്നു. എന്നിട്ട് അവിടെ 2 തെസ്സലോനിക്കരൊക്കെ പറയുന്നത്, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, മടിയന്മാരെന്ത് ചെയ്യേണ്ടത്? ജോലി ചെയ്ത്. ഇതും ഹാർഡ് വർക്കിംഗ് ആണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതേ സമയത്ത് സ്തോത്രം, ഈ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് താൻ ആരുടെ വേലയും ചെയ്തു നന്നായിട്ട്, കർത്താവിൻ്റെ വേല. അതാണ് ഇച്ചിരി പാടുള്ള കാര്യം. ജോലി ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുഴഞ്ഞു പോകും. നല്ല ഹെക്റ്റിക് ജോലിയാണ് നമുക്കെല്ലാവർക്കും. അത് കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും എന്തു ചെയ്യും? ക്ഷീണിച്ചു പോകും. പിന്നെ ഈ ഒരു സമാധാനവും സന്തോഷവും ഒരു ജോലിയുടെ പല ടെൻഷനുകളും അടുത്ത ദിവസത്തേക്കുള്ള പല കാര്യങ്ങളാണ് നമ്മുടെ തലയ്ക്കകത്തിരിക്കുന്നത്. ആ ചിന്തകളുടെ ഇടയ്ക്ക് വന്ന് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ വചനം വളരത്തില്ല. ആഴങ്ങളൊന്നും ധ്യാനിക്കാൻ പറ്റത്തില്ല, പുതിയ ആശയങ്ങളൊന്നും കിട്ടത്തില്ല. കാര്യം നമുക്കൊരു ശാന്തത ലഭിച്ചിട്ടില്ല. നമ്മൾ ടെൻസ്ഡാണ് പല കാര്യത്താൽ, ചിന്തയാൽ. കർത്താവ് മാർത്തയോട് ചോദിച്ച പോലെ, നീ എന്നെ പല കാര്യം ഓർത്ത് വിചാരിച്ചിരിക്കുന്നത്. അല്ലല്ലോ, ആ ടെൻഷനാണ്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, അത് എങ്ങനെ ചെയ്യും? ആ ടെൻഷനില്ലാത്ത ആയിപ്പോ. ഇവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ മധ്യത്തിലായിരുന്നപ്പോൾ ഞങ്ങൾ എങ്ങനെ അധ്വാനിച്ച് അതുപോലെ തന്നെ നിങ്ങളുടെ മധ്യത്തിൽ വേല ചെയ്തു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു 10-ാമത്തെ വാക്യം വായിച്ചിട്ട് ഒന്നുകൂടെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ എങ്ങനെ നിങ്ങളുടെ മധ്യത്തിലായിരുന്നപ്പോൾ എത്ര പവിത്രമായി, ഡിവോട്ടഡ്ലി. പവിത്രമായെന്ന് മാത്രം എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ഡിവോട്ടഡ്ലി, വളരെ സമർപ്പണമുള്ളവരായി. ഡിവോട്ടഡ് എന്നൊക്കെ പറയുന്നത് എന്തുവാ? ഈ ഒരു ഗുരുവിന് ഡിവോട്ടഡായിട്ടെന്നൊക്കെ ഹിന്ദുക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയത്തിന്, ഇപ്പം കമ്മ്യൂണിസം പോലൊരു ആശയം, അതിൻ്റെ അകത്തൊക്കെ ചിലരെന്തുവാ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു ആശയത്തിൽ അതിനി പല സദ്ഗുരുവിൻ്റെയും അങ്ങനെ ഒത്തിരി പല ടീച്ചിങ്സ് ഉണ്ടല്ലോ, തെറ്റായ കാര്യങ്ങളാണ്. പക്ഷേ അവിടെയൊക്കെ ഓരോരുത്തർ ഡിവോട്ടഡ് ആവുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇനി ഗാന്ധിയന്മാർ പോലും എന്തുണ്ട് അതിനകത്തൊക്കെ ഭയങ്കര ഒരു പുള്ളി എഴുതിയ പുസ്തകത്തിൻ്റെ അതൊരു ബൈബിളായിട്ട് വെച്ചിട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ടെന്നറിയാം. അതുപോലെ ചെയ്യുന്നത്. അപ്പം കാൾ മാർക്സിൻ്റെ ആണെങ്കിലും ഗാന്ധിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഒരു ടീച്ചിങ്, ഒരു പുതിയ ടീച്ചിങ്, അതിൽ ഡിവോട്ടഡായിട്ടിരിക്കുന്ന ലോകമനുഷ്യരുണ്ട്. ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർക്കില്ല. പക്ഷെ അവർ ആശയത്തോട്, ആ ടീച്ചിങ്ങിനോട് ഭയങ്കര അതിൽ സമർപ്പിച്ച് അവരുടെ ജീവിതം അതിന് ക്രമീകരിച്ച്, അതിനാണ് എന്തുവാ നമ്മൾ പറയുന്നത് ആ പദം ഡിവോട്ടഡ്. ഇവിടെ നമുക്കൊരു ഗുരുവുണ്ട്, എവർലാസ്റ്റിംഗ് ഗുരു അല്ലേ. താരാണ് ലോകത്തിൻ്റെ നിയമം പോലും, നമ്മുടെ ഭാവി പോലും തീരുമാനിക്കുന്നത് ആരാ? ആദ്യനും അന്ത്യനും സർവശക്തനായ ദൈവം. സ്തോത്രം. നമ്മുടെ ഗുരുവിനെ നമുക്ക് ലോകത്തോട് വെളിപ്പെടുത്തണമെങ്കിൽ ഇത് ആദ്യം ഈ ടീച്ചിങ് എൻ്റെ ജീവിതത്തിലാണ്. അപ്പം നിങ്ങളുടെ മധ്യത്തിലായിരുന്നപ്പോൾ എത്ര പവിത്രമായി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതിയേക്കുന്നു ഡിവോട്ടഡ്ലി. 2-ാമത് എഴുതിയേക്കുന്ന നീതിയായി. എല്ലാ കാര്യങ്ങളും അനീതി ജീവിതത്തിൽ വരല്ല. ലോകമനുഷ്യരെ പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യുന്നതെല്ലാം എന്തായിരിക്കണം? സത്യമായിട്ടും നീതിയായിട്ടും. സാത്താൻ പോലും നമ്മളെ കുറ്റം വിധിക്കല്ല. സാംസൺ തൊട്ട് അനീതി ചെയ്തു എന്ന് പറയാനിട വരില്ല. അതുകൊണ്ട് ഏത് കാര്യം നമ്മൾ ചെയ്താലും എത്ര പവിത്രമായി, എത്ര നീതിയായി, പിന്നെ അനന്യൻ്റെ അർത്ഥം അറിയാമല്ലോ, കുറ്റമില്ലാത്തവരായി, ബ്ലെയിംലെസ്ലി. എത്ര പവിത്രമായി, അല്ല ഡിവോട്ടഡ്ലി, എത്ര നീതിയായി, എത്ര അനന്യരായി നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ആയിരിക്കുന്നു നിങ്ങൾ അറിയുന്നല്ലോ. പിന്നെ 11-ാമത്തെ വാക്യം, ഞങ്ങൾ അങ്ങനെ ജീവിച്ചിട്ട് നിങ്ങളെ ഇനി എങ്ങനെ ആക്കി തീർക്കും? അതിൻ്റെ അടുത്തത് പണിയെപ്പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ എങ്ങനെ അവസാനം എങ്ങനെയായി തീരണം നിങ്ങളുടെ പ്രോഡക്റ്റ്? ഒന്ന്, തൻ്റെ രാജ്യത്തിന്, സ്വർഗരാജ്യത്തിന് യോഗ്യരാണ്. 2-ാമത് ദൈവമഹത്വത്തിന്. അപ്പം നിങ്ങൾ 2 കാര്യമേ ഉള്ളൂ.
ഇപ്പോഴത്തെ പ്രസംഗം എന്ന് പറഞ്ഞാൽ നിങ്ങളെ അങ്ങ് ഭൗമികമായിട്ട് അനുഗ്രഹിക്കും, നിങ്ങളെ അങ്ങ് പണക്കാരാക്കും, നിങ്ങൾ ലക്ഷറി ജീവിക്കാനൊക്കെ ദൈവം ഇതൊക്കെയാണ് ലോകത്തിൻ്റെ ടീച്ചിങ് ആയിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് തൻ്റെ രാജ്യത്തിന് യോഗ്യരായി. അവിടെ ദൈവത്തിൻ്റെ ഭവനമാണ്, വാസസ്ഥലമാണ്. ഒന്ന്, ദൈവത്തിൻ്റെ രാജ്യത്തിന് യോഗ്യരായി. രണ്ടാമത്, ദൈവമഹത്വം. എന്നിൽ കൂടെ ദൈവം പ്രവർത്തിച്ചാൽ മാത്രമേ, എന്നിൽ കൂടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോഴാണ് ഞാൻ ദൈവമഹത്വത്തിന് കാരണമായി തീരുന്നത്. അതിനുവേണ്ടി നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്ന എഴുതിയിരിക്കുന്നു? ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെയും അപ്പൻ മക്കളെന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞു പോകുന്നു. പ്രബോധിപ്പിച്ചു, ഉത്സാഹിപ്പിച്ചു. അവിടെ 3 കാര്യങ്ങൾ നമ്മൾ 9, 10ാമത്തെ വാക്യത്തിൽ 3 കാര്യങ്ങൾ കാണുന്നു. 11, 12 വന്നപ്പോൾ അവിടെ നമ്മൾ എന്ത് കാണുന്നു? 3 കാര്യങ്ങൾ നമ്മൾ കാണുന്നു. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നത്, അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു? പ്രബോധിപ്പിച്ചു. വി എക്സോർട്ടഡ് യു, ടീച്ച് ഇല്ല, ടോട്ട്. നിങ്ങളെ എന്ത് ചെയ്യുന്നു? ഉപദേശിച്ച്. ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ ഏത് കുഞ്ഞുങ്ങളോടുണ്ട്, ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചോ, ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചോ, ഉള്ള കുഞ്ഞുങ്ങളോടൊക്കെ ചോദിച്ചാൽ അവരെന്ത് പറയും? ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തെ ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ തൊട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യല്ല, പഠിക്കണം, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കല്ല, സമയം കളയല്ല, ചുമ്മാതെ ശബ്ദം ഉണ്ടാക്കല്ല, ഇങ്ങനെ ശബ്ദം പതുക്കുക, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ കേൾക്കും. നമ്മൾ ദൈവമക്കളാ, നമ്മൾ കാര്യങ്ങൾ മറ്റുള്ള പിള്ളേരുമായിട്ട് ഇടപെടുമ്പോൾ സത്യമായിട്ട് ഇടപെടണം. ഈ ഉപദേശമല്ലാതെ പപ്പയ്ക്കും മമ്മയ്ക്കും വേറെ ഒന്നും പറയാനില്ലേ എന്ന് കുഞ്ഞുങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടോ? വലിയ കുഞ്ഞുങ്ങളും കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ചോദിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. സ്തോത്രം. നമ്മളൊക്കെ ആ പ്രായത്തിൽ കൊടുത്ത് കടന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവർക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലേന്ന് നമ്മൾ എന്ത് ചെയ്യും? ഉപദേശം. സ്കൂളിൽ ചെന്നാൽ എന്തുവാ? ഉപദേശം. ഈ അടുത്ത സമയത്ത് കേരള RTO സ്ട്രിക്റ്റ് ആയതോടുകൂടി പണ്ട് ഇച്ചിരി ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ എല്ലാം ചെക്കിങ്ങാണ്. അപ്പോൾ റോഡിലിറങ്ങിയാൽ എന്തുവാ? സ്ട്രിക്റ്റാണ്. അവിടും ഫൈൻ അടിക്കുക മാത്രമല്ല, സ്റ്റേഷനിലോട്ട് അവർ ഡേറ്റ് എഴുതി തരും. അന്ന് ഇവിടെ ആരോ കൗൺസിലിംഗ് പോയിട്ടുണ്ടല്ലോ, ആരോ ഉണ്ട്, ഒരാൾ കൈ നോക്കി. നമുക്ക് എന്തിനായിരുന്നു അത്? ഡ്രൈവിംഗ് എന്തോ ചെയ്തപ്പോഴാണ് അറിയാം, ഒന്ന് ബ്രേക്ക് ഔട്ട് എപ്പോഴെന്ത് ചെയ്തു? പിടിച്ചിട്ട് ഇപ്പോൾ പോലീസ് ചെയ്യുന്ന കാര്യമാണ്. കൗൺസിലിംഗ് ക്ലാസ്സിന് വിടും, നേരെ സ്റ്റേഷനിലോട്ട് ക്ലാസ് ഇടും. അപ്പോൾ അവിടെ ചെല്ലും. ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അവിടെ പോയി എത്ര നേരം നിന്നു? ഒരു ദിവസം പോയി കിട്ടും. സ്റ്റേഷനിൽ പോയി ഇവർ പറയുന്ന സമയത്തൊന്നും ചെയ്യത്തില്ല. അവിടെ 10 മണിക്ക് വരാൻ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ ചെയ്യും. ഒരു ദിവസം നമ്മുടെ ജോലിയും പോയി കിട്ടും, എല്ലാം പോയി കിട്ടും. അപ്പം വെളിയിലിറങ്ങിയാലും എന്തുവാ? ഉപദേശം. ജോലി ചെയ്യുന്നിടത്ത് മാനേജറിൻ്റെ സൈഡിൽ നിന്നുള്ള ഈ ഉപദേശം നമുക്കിഷ്ടമല്ല. പക്ഷെങ്കിൽ മാറ്റം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിസിപ്ലിൻഡ് ആകണമെങ്കിൽ. ഇംഗ്ലീഷിലൊരു പദമുണ്ട്, സിവിലൈസ്ഡ്. ഈ കാട്ടു മനുഷ്യരുണ്ടല്ലോ, പഴയ മനുഷ്യർ വനത്തിൽ താമസിക്കുന്ന കാട്ട്, അവരെ പോലാകാതെ ബി സിവിലൈസ്ഡ് എന്നൊക്കെ പറയും. കുറച്ച് എന്ത് ചെയ്യണം? ഒരു ഡിസിപ്ലിൻ, ഒരു ചിട്ടയൊക്കെ ഉള്ള ഒരു ജീവിതം ഇല്ലേ? ആ മനുഷ്യരോടൊക്കെ ഇടപെടുന്ന എങ്ങനെയാണെന്ന് അറിയണം, ഒരു പരിജ്ഞാനമുള്ളൊരു ജീവിതം. സ്തോത്രം. ഇവിടെ ആരുടെ കൂടെ നമ്മൾ താമസിക്കേണ്ടത്? സ്വർഗത്തിന് യോഗ്യരായി തീരേണ്ടതിന്, ദൈവത്തിന് യോഗ്യരായി തീരേണ്ടത്. നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു റൂമിലൊക്കെ ഷെയർ ചെയ്ത് താമസിക്കുന്നവരുണ്ട്, ഒരു വീട്ടിൽ ഷെയർ ചെയ്ത് താമസിക്കുന്നവരുണ്ട്. അവരെപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം, പിന്നെ ഹൗസ് ഓണേഴ്സ് പോലും അവർക്ക് അവരുടെ മേളിലോ താഴെയോ അടുത്തൊക്കെ താമസിക്കും. നമുക്ക് യോഗ്യമായ ഒരാളെ നമ്മൾ വല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നവരെയും തീരെ അങ്ങ് ഒരു ചിട്ടയില്ലാത്തവരെയും ഒന്നും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഭാഗത്ത് നമ്മൾ താമസിപ്പിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളവരോട് പോയി വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കത് പിന്നെ ഡേ നമ്പർ 1 തൊട്ട് പ്രശ്നമായി തീരും. അപ്പോൾ ദൈവത്തിൻ്റെ കൂട്, ദൈവത്തിൻ്റെ ഭവനത്തിൽ താമസിക്കുവാനാണ് എന്നെയും നിങ്ങളെയും പണിയുന്നത്. നമ്മുടെ കയ്യിലുള്ളത് എന്തുവാ? നമ്മുടെ പാരമ്പര്യ സ്വഭാവം അല്ലേ? എൻ്റെ കയ്യിലും അതാ, നിങ്ങളുടെ കയ്യിലും അതാ. ഈ എൻ്റെ സ്വഭാവം വെച്ചുകൊണ്ട് പോയി പരിശുദ്ധനായ ദിവ്യനായ ദൈവത്തോടു കൂടി വസിക്കാൻ പറ്റുമോ? എൻ്റെ കൂടെ താമസിക്കുവാൻ ആഗ്രഹം. പുത്രന്മാരോടുള്ള കൂട്ടായ്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹം ആരോടാ? നമ്മളോട്, ദൈവത്തിൻ്റെ പ്രിയ മക്കളോട് സമയം ചെലവഴിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ മനസ്സിലോ ലോകവും ലോകസ്നേഹവും പണത്തിനുള്ള ഓട്ടവും ആഗ്രഹവും പല ജഡാഭിലാഷ് ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആ കാഹളം ഓതുന്നതിന് മുമ്പേ നമ്മുടെ ഇപ്പോഴത്തെ സ്വഭാവത്തിൽ നിന്ന് നമ്മളെ മാറ്റും. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് സ്വർഗത്തിന് യോഗ്യരായി, ദൈവത്തിന് യോഗ്യ. ദൈവം തൻ്റെ സ്വഭാവം മാറ്റാൻ പോകുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ സ്വഭാവം മാറ്റിയാലേ ദൈവത്തോട് നിത്യമായിട്ട്, അത് ദൈവത്തിൻ്റെ ഭവനമാണ്.
ദൈവത്തോടു കൂടി കൂട്ടവകാശിയായിട്ട് യേശുവിൻ്റെ മണവാട്ടിയായിട്ടാണ് എൻ്റെ മേലുള്ള വിളി. ഞാൻ അങ്ങനെ ആകേണ്ടത്. യേശു മാറാൻ പോകുന്നില്ല. താൻ നിത്യനാണ്, അനന്യനാണ്. പിന്നെ മാറേണ്ടത് ആരാ? സ്വർഗത്തിൽ പോകണോ? സ്വർഗത്തിൽ പോയില്ലെങ്കിൽ ഈ ലോകത്തെ അനുഭവം പോലെങ്കിൽ അങ്ങ് ഒരു ന്യൂട്രലായിട്ട് മുൻപോട്ട് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ഐദർ സ്വർഗം അല്ലെങ്കിൽ എന്തുവാന്ന് അതൊന്നും ഞാൻ പറയണ്ടല്ലോ, വ്യക്തമായിട്ട് എനിക്കറിയാമല്ലോ. സ്വർഗത്തിൽ എന്തെങ്കിലും കാരണവശാൽ ആ പെർഫെക്ഷൻ പ്രാപിച്ച് എനിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ, ദൈവമക്കളേ, ലൂസിഫറിൻ്റെ കൂടെ ഞാനും കിടന്ന് നിലവിളിക്കേണ്ട കയറി. അയ്യോ എൻ്റെ ദൈവമേ, അവിടെ ധനവാൻ കിടന്ന് നിലവിളിച്ചില്ലേ? ആരെങ്കിലും ഒന്ന് ഇച്ചിരി വെള്ളം തൊട്ടുന്ന് നമുക്കൊരു ഉപമയായിട്ട് കർത്താവ് പറഞ്ഞു. അതാണ് നരകത്തിലെ അനുഭവം. അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവിടെ പല്ലുകടിയും കരച്ചിലും നിലവിളിയും, അഗാധ കൂപം എന്നാണ് പറയുന്നത്. അതിനൊരു ബേസിൽ ഇങ്ങനെ വീണോണ്ടിരിക്കും, പക്ഷേ അതിനൊരു അവസാനമില്ല. ഒരു വാക്യൂമിൻ്റെ അകത്തോട്ട് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. എന്ന് വെച്ചാൽ പേടിച്ച് ചങ്ക് വായിൽ വരും എന്നൊക്കെ പറയത്തില്ലേ, അത് ഒരു ദിവസമല്ല. ഒരു എന്തെങ്കിലും വല്ലാത്തൊരു റൈഡൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ അമ്യൂസ്മെൻറ്റ് പാർക്സിലൊക്കെ, അത് മേളിൽ നിന്നൊരു വീട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ താഴെ പോയി നിൽക്കുമല്ലോ. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്ന അങ്ങനെ അഗാധ കൂപം എന്ന് എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന ബോട്ടംലെസ് പിറ്റ്, അടപ്പ് തുറന്ന് അങ്ങ് ഇടും അതിൻ്റെ അകത്തോട്ട്. സാത്താനെയും ചങ്ങലയിൽ കെട്ടി അതിൻ്റെ അകത്തോട്ട് ഇടും. സാത്താൻ്റെ വാക്ക് കേട്ട് ദൈവമക്കളെയും എവിടെ ഇടും? അവിടെ തന്നെയാണ് ഇടാൻ പോകുന്നത്. അത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആകല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വാസസ്ഥലം. അതുകൊണ്ട് ഒത്തിരി തെസ്സലോനിക്ക സഭയോട് പറയുക, അതിനുവേണ്ടി ഒന്ന് നിങ്ങളുടെ മധ്യത്തിൽ ജീവിച്ചപ്പോൾ ഞങ്ങൾ എത്ര പവിത്രമായി, നീതിയായി, അനന്യരായി, കുറ്റമില്ലാത്തവരായി, ബ്ലെയിംലെസ് ആയി ജീവിച്ചു എന്ന് നിങ്ങൾ അറിയണം. ദൈവമക്കളുടെ മധ്യത്തിലും ലോകമനുഷ്യരുടെ മധ്യത്തിലും. രണ്ടാമത്, അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചു, പിന്നെ ഉത്സാഹിപ്പിച്ചു. ഇംഗ്ലീഷിലും കംഫോർട്ടഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ആശ്വസിപ്പിച്ചു, ഉത്സാഹിപ്പിച്ചു. മടുത്തു പോകുന്നവരെ എന്ത് ചെയ്തു? ആശ്വസിപ്പിച്ചു, വീണ്ടും മുമ്പോട്ട് തെള്ളുന്ന ഒരവസ്ഥ എൻകറേജ് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണ്. ഉത്സാഹിപ്പിച്ചു. അപ്പോൾ അവിടെ ഇവിടെ നമ്മൾ വിചാരിക്കുന്നു നമ്മളൊരു ചെറിയ കൂട്ടം ഇവിടെ ഉള്ളതെന്ന് അല്ല. അവിടെ ഇവിടും കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്? കർത്താവ് തൻ്റെ കൂട്ടത്തെ പണിതെടുക്കുന്നുണ്ട്. നല്ല കൂട്ടങ്ങളായിട്ട് ആൾക്കാർ എഴുന്നേൽക്കുന്നുണ്ട്. മടുപ്പിക്കുക, ക്ഷീണിപ്പിക്കുക, തളർത്തുക, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് കർത്താവിൻ്റെ വേലയിൽ മുൻപോട്ട് നിൽക്കുന്നവർക്ക് വരുന്നത്. അതിൻ്റെ മധ്യത്തിൽ പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടി ഭാര്യയും ഭർത്താവും ഒരേ സമർപ്പണത്തോട് നിൽക്കുന്ന ഇന്നലെ എനിക്കും കാണുവാനിടയായി തീർന്നു. വലിയ സന്തോഷം തോന്നി. നമ്മൾ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ്. ക്ഷീണിച്ചിരിക്കുന്നവരെ, പിന്മാറിയിരിക്കുന്നവരെ, അവർ മടുത്തു പോകുമ്പോൾ ഇംഗ്ലീഷിൽ കംഫോർട്ട് എന്ന് എഴുതിയിരിക്കുന്ന മലയാളത്തിൽ ഉത്സാഹിപ്പിച്ചു. അവരെ ഉപദേശിച്ചു, അല്ലെ പ്രബോധിപ്പിച്ചു. രണ്ടാമത് ഉത്സാഹിപ്പിച്ചു. ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് നിന്നിരിക്കുന്നവരെ പുറയിൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നിൽക്കാനുള്ളതല്ല, ബിരുദ പ്രാപിക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? ഓടണം. അപ്പോൾ പുറയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് സ്റ്റാർട്ടാകാത്ത വണ്ടി നമ്മൾ എന്തോ ചെയ്യുന്നത്? സെക്കൻഡ് ഗിയറിൽ ഇട്ടിട്ട് ഒന്ന് അപ്പം കേൾക്കാം, എൻജിൻ വീണ്ടും എന്ത് ചെയ്തു? ചക്ക എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് സ്റ്റാർട്ടായി ഒറ്റ പോക്കാം. പിന്നെ അത് തെള്ളണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ശക്തി വേണം. അനേകരെ ഉത്സാഹിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലോകത്തിൻ്റെ ശക്തി പോരാ, ഹോർലിക്സ് ഒന്നും കഴിച്ചാൽ പോരാ. സ്തോത്രം. എന്ത് വേണം? ആത്മാവിൻ്റെ ശക്തി വേണം. ക്ഷീണിച്ചിരിക്കുന്നവരെ മുൻപോട്ട് തള്ളി ഉത്സാഹിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊരു വലിയ മിനിസ്ട്രിയാ ദൈവമക്കളെ. ഈ കോർഡ്ലെസ് മൈക്കും കൊണ്ട് സ്റ്റേജിൽ ഓടി നടക്കുന്ന അല്ല മിനിസ്ട്രി. ഹല്ലേലൂയ. അതിനേക്കാളൊക്കെ വലിയ മിനിസ്ട്രിയാണ്. ഇത് ഒറ്റയ്ക്ക് ഇതൊന്നും ആരും കാണുന്നില്ല, പക്ഷെ ദൈവമാണ് പ്രതിഫലം തരുന്നത്. അതുകൊണ്ട് ക്ഷീണിച്ചിരിപ്പിക്കുന്നവരെ ഒന്ന് ഉത്സാഹിപ്പിക്കുവാൻ തക്കതായ ബലം ആര് പ്രാപിക്കണം? നമ്മളേക്കാൾ ഒന്നുകൂടെ നല്ലതായിട്ട് പറഞ്ഞേ. അതല്ലേ എൻ്റെ കറക്റ്റ് കാര്യം. മറ്റുള്ളവർ പ്രാപിക്കട്ടെ, ഇല്ലെങ്കിൽ അവർ ഇച്ചിരി ലേറ്റായിട്ടും ഒക്കെ പ്രാപിക്കട്ടെ, ഞാൻ പ്രാപിക്കണം. സ്തോത്രം. എന്നെ ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതൊരു വ്യക്തിപരമായ ഭാര്യ ഉണ്ടായെന്നിരിക്കും, ഇല്ലായെന്നിരിക്കും, ഭർത്താവ് ഇച്ചിരി കഴിഞ്ഞ് വന്നെന്നിരിക്കും, കുഞ്ഞുങ്ങൾ സപ്പോർട്ട് ഉണ്ടെന്നിരിക്കും, ഇല്ലെന്നിരിക്കും. ഞാൻ പ്രാപിക്കണം. സ്തോത്രം. ഞാൻ ചെയ്യുന്നത് കണ്ട് എന്ത് ചെയ്യും? അവരൊക്കെ വേറെ മാർഗ്ഗമില്ലല്ലോ, തന്നെ ഹല്ലേലൂയ, അവരും ഈ ശുശ്രൂഷയിൽ എന്ത് ചെയ്യും? മുൻപോട്ട് പ്രൈസ് ലോർഡ്. അതിനു വേണ്ടിയുള്ള കൃപ. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ പറയുക, ഞാൻ പ്രബോധിപ്പിച്ചു, ഞാൻ അവരെ ഉത്സാഹിപ്പിച്ചു, പിന്നെ സാക്ഷ്യം പറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. അവിടും ചാർജ്ഡ് എന്ന് എഴുതിയിരിക്കുന്നു. ആ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചാർജ് കൊടുത്ത് എന്ത് ചെയ്തു? അങ്ങോട്ട് ഓടിപ്പിച്ചു. 11-12 ഒന്നുകൊടുത്ത് വായിച്ചേ. തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെയും
അപ്പൻ മക്കളെന്ന പോലെ പ്രബോധിപ്പിച്ചു, ഉത്സാഹിപ്പിച്ചു, സാക്ഷ്യം പറഞ്ഞു പോന്നു എന്ന് നിങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷിൽ കംഫർട്ട് എന്ന് എഴുതിയിരിക്കുന്നത്, ആശ്വാസം പകർന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഉത്സാഹിപ്പിക്കേണ്ടത്. നമ്മളെ ഈ അവസ്ഥയിൽ കൂടെ കർത്താവ് പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ, ഈ ശുശ്രൂഷയാണല്ലോ ഞാൻ ചെയ്യേണ്ടത്, എനിക്കറിയാത്തൊരു ശുശ്രൂഷ എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം വേറെ എന്തെങ്കിലും ഒരു സൗണ്ടോ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഇലക്ട്രോണിക്സോ ലാപ്ടോപ്പ് ഉറക്കാനൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒത്തിരി തുറന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, എത്ര മോഡൽ എത്ര കാലഘട്ടത്തിലായിട്ട് തുറക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് അത് ശരിയാക്കാനൊക്കെ ശ്രമിക്കും. അനുഭവമുണ്ട്. ഇത് നമ്മളെ അനുഭവമില്ലാത്ത ഒരാളെ ഒരിക്കലും ദൈവം ശുശ്രൂഷയ്ക്ക് വിളിക്കത്തില്ല. എങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റും? അനുഭവമില്ല. ഞാൻ പക്ഷേ നിങ്ങളോട് പറയാം, എനിക്ക് അനുഭവമില്ല, ഞാൻ നിങ്ങളോട് തിയറി കേട്ടോ വേറെ ആരുടെങ്കിലും പ്രസംഗം കേട്ടോ നിങ്ങളോട് പറയുമ്പോൾ എന്ത് ചെയ്യണം, ആൾക്കാർ ഉത്സാഹിപ്പിക്കണം ആശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിനൊരു ശക്തിയില്ല. അത് നിങ്ങളുടെ മധ്യത്തിൽ ദൈവപ്രവൃത്തിയായിട്ട് വ്യാപരിക്കത്തില്ല. അതിനാണ് ആദ്യം കർത്താവ് ഈ അനുഭവത്തിൽ കൂടെ ആരെ കടത്തിവിടും, എന്നെ, നമ്മളെ വ്യക്തിപരമായിട്ട് ഞാനങ്ങ് പറഞ്ഞു പോവാം. നമുക്കൊരു ഭാഗം വായിക്കുമ്പോൾ ഒന്നുകൂടി വ്യക്തമാകും. 2 കൊരിന്ത്യർ 1:4-5 ഒന്ന് വായിച്ചേ. 2 Corinthians 1:4-5. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ആദ്യത്തെ വാക്യത്തിൽ എഴുതിയേക്കുന്ന മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങളെ ആദ്യം കഷ്ടത്തിൽ കൂടി കടത്തി വിട്ട് ദൈവം ഞങ്ങളെ എന്ത് ചെയ്യുന്നു, ആശ്വസിപ്പിക്കുന്നു. പിന്നെ അടുത്തത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. 2 വലിയ കാര്യമായി എഴുതിയിരിക്കുന്നു. ഒന്ന്, കഷ്ടതയിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ആദ്യം ഈ ക്ലാസ് ആരെ പഠിപ്പിക്കണം, ദൈവം എന്നെ പഠിപ്പിക്കണം. എനിക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിലല്ലേ നിങ്ങളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞ പോലെ ആദ്യം ഈ അനുഭവത്തിൽ കൂടി ദൈവം എന്നെ കടത്തിവിട്ട് ദൈവം എന്നെ ആശ്വസിപ്പിക്കും. അല്ല, ഞാൻ ആശ്വാസത്തിനായി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കും. ദൈവം എന്നെ ആശ്വസിപ്പിക്കും, ദൈവം എന്നെ ഉത്സാഹിപ്പിക്കും. വീണ്ടും എലിയാവിനോട് പറഞ്ഞ പോലെ നിനക്കും നീ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ ഈ മരത്തിൻ്റെ ചോട്ടി ക്ഷീണം വന്നിരിക്കാനല്ല, എഴുന്നേക്ക്, യാത്ര ചെയ്യുക, ബെൽറ്റ് അരമുറുക്കുക, എന്ത് ചെയ്യണം, ഒത്തിരി യാത്ര ചെയ്യാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാനുണ്ട്. യഹോവയായ ദൈവം ഏലിയാവിനോട് സംസാരിച്ചു, ഉത്സാഹിപ്പിച്ച പോലെ. ഗിദെയോനോട് പറഞ്ഞു, പേടിയാന്ന് പറഞ്ഞപ്പോൾ ഉത്സാഹിപ്പിച്ചു. കുറച്ച് പേരെ കൊണ്ട് 300 പേരെ കൊണ്ട് ഗിദെയോൻ എന്ത് ചെയ്തു, ഭയങ്കര സൊഫാസ്റ്റിക്കേറ്റഡ് അന്നത്തെ കാലത്തെ ഭയങ്കര ആർമിയായ അമാലേക്കരെയൊക്കെ എന്ത് ചെയ്തു, ജയിക്കുവാനിടയായി. എത്ര പേരെയാണ് ബൈബിളിൻ്റെ അകത്ത്. ഹെസ്കേൽ ദൈവത്തോട് പറഞ്ഞു, അവരുടെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നു കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ 3-ാം അധ്യായത്തിൽ കണ്ടു, നിൻ്റെ നെറ്റി വജ്രം പോലെ ആക്കുക, തീക്കനൽ പോലെ. ഇംഗ്ലീഷ് എഴുതിയേക്കുന്ന അപ്പം ഞാൻ നിൻ്റെ നെറ്റി എന്ത് ചെയ്യുന്നു, ഡയമണ്ട് പോലെ, ആസ് ഡയമണ്ട് അല്ലെങ്കിൽ തീക്കനൽ പോലെ വജ്രം പോലെ ആക്കും. നീ അവരോട് സംസാരിക്കും, അവരുടെ മുഖഭാവം കണ്ടിട്ട് നീ എന്ത് ചെയ്യണ്ട, ഭയപ്പെടണ്ട. നമ്മളെ കർത്താവ് എന്ത് ചെയ്യും, ക്ഷീണിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കും, ബലപ്പെടുത്തും. അതാണ് ഉത്സാഹം. പിന്നെ എന്ത് ചെയ്യുക, ബലപ്പെടുത്തുന്ന എന്തിനു വേണ്ടിയാ, വീണ്ടും എൻ്റെ കുടുംബത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനാണോ, എൻ്റെ കാര്യങ്ങൾ ചെയ്യാനല്ല. ബലപ്പെടുത്തുന്നത് എന്തിനാ, വലിയവൻ്റെ വലിയ വേല ചെയ്യുവാനായിട്ടുണ്ട്. അതിനാണ് നമ്മളെ ഉത്സാഹം. എപ്പോഴും നമ്മുടെ ഫോക്കസ് മാറിപ്പോൾ ഞാൻ പോലെ പല വിഷയത്തിൽ, ലോകത്തിൻ്റെ വിഷയത്തിൽ നമ്മളെ അങ്ങ് ക്ഷീണിപ്പിക്കുമ്പോൾ ശരീരത്തിനൊരു കപ്പാസിറ്റി ഇല്ല. ഒരു കുറച്ചൊക്കെ പ്രായം മുൻപോട്ട് പോകുമ്പോൾ പഴയ പോലൊക്കെ നമുക്ക് എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. നമ്മളെല്ലാം പലരും ആ അനുഭവത്തിൽ കൂടെ ഒക്കെ നമുക്ക് കടന്നു പോകുമ്പോൾ നമുക്കറിയാം, സ്തോത്രം. പക്ഷേ അതൊന്നും കർത്താവിനൊരു വിഷയമല്ല. കാര്യം സർവശക്തൻ ഉത്സാഹിപ്പിച്ചാൽ എന്തുവാ, കാലേബ് 80-ാമത്തെ വയസ്സിൽ പറഞ്ഞു, ഈ മല ഞാൻ എന്ത് ചെയ്യും, പിടിച്ചടക്കും. താൻ 30 വയസ്സിൽ ചെയ്ത പോലെ ഞാൻ പിടിച്ചടക്കും എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്നവരെല്ലാം എന്ത് ചെയ്യണം, ഓടിപ്പിക്കണം അവിടുന്ന്. എന്നിട്ടാ പിടിച്ചടക്കുന്നത്. അല്ല, ചെറിയ താൻ അപ്പച്ചൻ കാലേബ് പറയുവാ, എന്നെക്കൊണ്ട് അത് കഴിയും. അതുകൊണ്ടാണ് കാലേബ്, ഹി വാസ് എ മാൻ വിത്ത് എ ഡിഫറെൻറ്റ് സ്പിരിറ്റ് എന്ന് എഴുതിയേക്കുന്നത്. ഒരു വേറിട്ട സ്വഭാവം എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്ന ഒരു വേറിട്ട ആത്മാവുള്ളവനായിരുന്നു കാലേബ്. അങ്ങനെയാണ് കർത്താവ് നിൽക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. പെന്തിക്കോസുകാർ ഒത്തിരി ഉണ്ട്, ദൈവമക്കൾ സ്നാനപ്പെട്ടവരൊക്കെ ഈ പട്ടണത്തിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒത്തിരിയുണ്ട്. കാലേബിനെ പോലും ഗിദിയോനെ പോലും ദാവീദിനെ പോലും ഒക്കെ നിൽക്കുവാൻ, ശക്തരായി നിൽക്കുവാൻ എന്ത് ചെയ്യണം, ശക്തരായി. അല്ലെ പഴയ പള്ളി പൊക്കോ, അതാണ് നല്ലത്. അംഗീകാരമെങ്കിൽ കിട്ടും. പഴയ പള്ളിയോ അമ്പലമോ എവിടെയും നമ്മൾ വന്നു പഴയ വലിയ കൂട്ടത്തിലോട്ട് അങ്ങ് പൊക്കോ. പക്ഷെ കർത്താവിന് വേണ്ടി നിൽക്കുവാണ്, വേർപെട്ട് നിൽക്കുവാന്ന് പറയുന്നില്ലേ, അവിടെ നിർത്തുവാൻ ദൈവം ശക്തീകരിക്കും, അനേകരെ ആശ്വസിപ്പിക്കുവാൻ. അപ്പോൾ ഇവിടെ നമ്മൾ കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു,
അനേകർ ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന 4-ാമത്തെ വാക്യത്തിൽ എഴുതിയേക്കുന്ന ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന അനേകർക്ക് ഒരു ആശ്വാസമായി തീരുവാൻ ആദ്യം ദൈവം എന്നെ ഈ അവസ്ഥയിൽ കൂടി കടത്തിവിട്ടു. എന്നിട്ട് ഞാൻ ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിച്ചു. ഇനി എനിക്ക് വേറൊരാളോട് പറയാം, സഹോദരാ, ഞാൻ കടന്നു പോയതാണ് ഈ അവസ്ഥയിൽ കൂടെ. ഞാൻ പതറിപ്പോകണ്ടായിരുന്നു, ഈ കപ്പൽ മുങ്ങിപ്പോകണ്ടായിരുന്നു. എനിക്കും പറയാനുണ്ട്, നിങ്ങൾക്കും പറയാനുണ്ട്. പക്ഷെ അവിടെ ഒന്നും മുങ്ങിപ്പോകാതെ അവിടാണ് കർത്താവിൻ്റെ ബലപ്പെടുത്തുന്ന കരം. മുങ്ങിപ്പോകാഞ്ഞതിൻ്റെ കാരണം എൻ്റെ ബോട്ടിൻ്റെ അകത്ത് കർത്താവും വന്നിരുന്നു. തീക്കകത്ത് ഇറങ്ങി വന്നു കർത്താവ്. സ്തോത്രം. ഇതൊക്കെ അനുഭവം. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും അവിടെ പാടി സ്തുതി. അപ്പം നമ്മൾ ആ കഷ്ടതയുടെ മധ്യത്തിൽ പാടുവാൻ കൃപ തരണമേ എന്നൊക്കെ പഴയ പാട്ടുകാർ പാടുന്ന പാട്ടൊക്കെ എടുത്ത് നമ്മൾ പാടും. ഇപ്പോഴത്തെ പാട്ടുകാർ അങ്ങനത്തെ പാട്ടല്ല പാടുന്നത്, എഴുതുന്നത്. സ്തോത്രം. അപ്പം കഷ്ടത്തിലും പാടുവാൻ, നഷ്ടമായി നഷ്ടം വരുമ്പോൾ എന്തുവാ കൊണ്ടാടുവാൻ, അതിനുള്ള കൃപ തരണമേ എന്നുള്ള പഴയ ഭക്തർ എഴുതുന്ന പാട്ടൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ? സ്തോത്രം. അവരനുഭവത്തിൽ കൂടെ ഒക്കെ കടന്നുപോയി. അതൊക്കെ വെച്ച് പഴയ ഭക്തരൊക്കെ വെച്ച് നോക്കി, ആ ഒരു കാലഘട്ടം വെച്ച് നോക്കിയാൽ ഞാനും നിങ്ങളും ആരും പട്ടിണി കിടക്കുന്നില്ല. നമ്മളാരും കീറിയ ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ടല്ല വന്നിരിക്കുന്നത് ദൈവസന്നിധിയിൽ. നമുക്ക് ഡ്രസ്സ് മാറുവാനും മഴ വെയിൽ കൊള്ളാതെ ഒരു മേൽക്കൂര കർത്താവ് തന്നിട്ടുണ്ട്. സ്വന്തമോ അല്ലാത്തതോ അതൊന്നും വിഷയമല്ല. ദൈവം നമുക്കൊരു പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട്, ആഹാരം തന്നിട്ടുണ്ട്, ആവശ്യത്തിലും അധികം തന്നിട്ടുണ്ട്. അതല്ലേ സത്യം? അല്ലേ സത്യം? ആവശ്യത്തിലും അധികം തന്നിട്ടുണ്ട്. സ്തോത്രം. എന്നാലും പല അനുഭവത്തിൽ കൂടെയൊക്കെ ദൈവം നമ്മളെ കടത്തി വിടുന്ന എന്തിനാണെന്നറിയാം? കഷ്ടതയിൽ കൂടെ പോകുന്ന അനേകർക്ക് ഒരാശ്വാസമായി തീരുവാൻ. ഈ അധികം തന്നിരിക്കുന്നതും എന്തിനാണെന്നറിയാം? അനേകർക്കൊരു ആശ്വാസമായി. അതൊക്കെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന അനുസരിച്ച് ആ ശുശ്രൂഷകളൊക്കെ ചെയ്തോണം. ദൈവം നമ്മളെ അതിനു വേണ്ടി സഹായിക്കട്ടെ. അതുകൊണ്ട് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന മനസ്സിലായല്ലോ. ഒന്ന്, അനേകരെ ആശ്വസിപ്പിക്കുവാൻ ആദ്യം ദൈവം എന്നെ ആശ്വസിപ്പിച്ചു. എന്നെ കഷ്ടതയിൽ കൂടി കടത്തി വിട്ടു, എന്നെ ആശ്വസിപ്പിച്ചു. വീണ്ടും 13-ാമത്തെ വാക്യം തിരിച്ച് നമ്മുടെ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരാം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാത്താകുന്ന പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ നിങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും. സൂപ്പർ ഒരു വാക്യമാണ്. ഞാൻ ഇന്നലെ വായിച്ചു, ഒത്തിരി രാവിലെയൊക്കെ വായിച്ചു, ഒത്തിരി ബലപ്പെട്ടു. ഇത് വിശ്വസിക്കുന്നവരിൽ മാത്രമേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ? ദൈവശക്തിയായിട്ട് വ്യാപരിക്കത്തുള്ളൂ. എല്ലാവരും പറയുന്നു വിശ്വസിക്കുന്നു. ബൈബിൾ പറഞ്ഞു സാത്താനും ദൈവത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്, ഭയക്കുന്നുണ്ട്. വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ ഭയക്കുന്നത്. അപ്പം സാത്താനും ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ഈ ലോകമനുഷ്യർ മുഴുവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതുപോലൊരു വിശ്വാസമല്ല ഇവിടെ പറയുന്നത്. മനസ്സിലായേ? ദൈവത്തിൽ ആശ്രയിക്കുവാനും ആ രാജാതിരാജാവിൻ്റെ ആജ്ഞ, സ്വർഗീയ ശബ്ദം എന്താണ്? ശമൂവേൽ പറഞ്ഞ പോലെ അടിയൻ ഇതാ എന്നോട് സംസാരിച്ചോ, ഞാൻ കേട്ടുകൊള്ളാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഭക്തന്മാരെങ്ങനെയാണ് ദൈവസന്നിധിയിൽ സമർപ്പിച്ച? കർത്താവ് സംസാരിച്ചോ, എന്താണേലും ഞാൻ അനുസരിച്ചോളാം. ആ ഒരു മനസ്സുണ്ടോ? കർത്താവ് സംസാരിക്കാൻ പോകുന്ന കാര്യം എന്തും ആകാം, അത് നമുക്കത്ര സ്വീകാര്യമായ കാര്യമല്ല. നിങ്ങൾ ഓർത്തോണം, കട്ടിയായ കാര്യങ്ങളെ കർത്താവ് സംസാരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ധൈര്യമുള്ള ഈ ഇസ്രായേൽ മക്കളിൽ പലരും, ഇവരൊക്കെ യഹൂദരും ഒക്കെ അല്ലേ, ഗിദെയോൻ തൊട്ട് പല ഭക്തന്മാർ, യെശയ്യാവും യെരമ്യാവും എഹെസ്കേലും ഒക്കെ എഴുതുമ്പോൾ നമുക്കറിയാം, അവരൊക്കെ കർത്താവ് ഒരു കാര്യം ഏൽപ്പിച്ചപ്പോൾ യെരമ്യാവ് എത്ര വർഷം ചോദിച്ചു, ഞാനൊരു ബാലനല്ലേ, ഞാൻ ആ രാജാവിനോട് പോയി പറഞ്ഞാൽ രാജാവ് അനുസരിക്കുമോ? എത്ര വട്ടം മോശ പറഞ്ഞു, ഞാൻ വിക്കുള്ളവനല്ലേ, ഞാൻ കൊട്ടാരത്തിൽ നിന്നൊക്കെ പണ്ട് വന്നതാണ്, പക്ഷേ ഫറവോൻ അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ പോയി പറഞ്ഞാൽ ഫറവോൻ എന്തു ചെയ്യും? സ്വീകരിക്കൂ. വിക്കൻ അംഗവൈകല്യമുള്ളവരൊന്നും രാജാവിൻ്റെ മുമ്പിൽ നിൽക്കാൻ പാടില്ല എന്നൊരു നിയമം ആ കാലഘട്ടത്തിലുണ്ട്. ഒരു അംഗവൈകല്യമുള്ളവനോ കുറവുള്ളവനോ വിക്കനോ എന്തെങ്കിലും ഒരു ശരീരത്തിനൊരു ഹാൻഡിക്യാപ്റ്റ്, ഒരു ഡെഫിഷ്യൻസി ഉള്ളവൻ രാജാവിൻ്റെ മുമ്പിൽ, ഇവൻ ചക്രവർത്തിയാണ് ഫറവോൻ, ഒരു സാധാരണ രാജാവിൻ്റെ മുമ്പിൽ നിന്നാൽ പടയാളിയോട് ഇങ്ങനെ പഴയ കഥകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ളത് എല്ലാ രാജ്യത്തിലും ഉള്ള ഒരു ജനറൽ നിയമമാണ്. അപ്പോൾ ഈ വിക്കൻ പോയി അവിടെ പോയിരുന്ന് രാജാവിൻ്റെ സമയം കളഞ്ഞ് ബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിഹാസമായി പോകത്തില്ലേ? സ്തോത്രം. കർത്താവിനൊന്നും കേൾക്കേണ്ട കാര്യം, ഏത് പ്രായത്തിലും ഏത് അവസ്ഥയിലും അവസ്ഥകളെ മാറ്റുവാനും ഹല്ലേലൂയ ആ കേൾക്കുന്ന വ്യക്തി നമ്മൾ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞാൽ അവർക്ക് ഒരു ദൈവഭയം ഉണ്ടാകുമോ? അവിടെ ഒരു ദൈവഭയം വരുത്തുമാറും നമ്മൾ പറഞ്ഞാൽ മതി. ആ കേൾക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അത് ഒരു ദൈവഭയം വരുത്തുവാൻ ദൈവം ശക്തനാണ്. നിങ്ങൾ വിശ്വസിക്കണം. എന്നെ കണ്ടിട്ടല്ല ആ വ്യക്തി പേടിച്ചത്, ഞാൻ പറഞ്ഞുകൊണ്ടല്ല ആ വ്യക്തി പ്രശ്നമുണ്ടാക്കാതെ പോയത്.
ഞാൻ പറഞ്ഞപ്പോൾ അതിന് വ്യാപരിച്ച ഒരു ദൈവശക്തിയുണ്ട് ദൈവമക്കളെ. അത് വിശ്വസിക്കണം. എന്നിൽ കൂടെ അവിടെ വിശ്വസിക്കുന്നവർ, അങ്ങനെയല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ വാക്കായിട്ട് നിങ്ങൾ കൈക്കൊണ്ടായിരുന്നെങ്കിൽ ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ ദ വേർഡ് വിച്ച് എഫക്റ്റീവ്ലി വർക്ക്സ് ഇൻ യു എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത്. നിങ്ങളത് സാക്ഷാൽ ഒരു മനുഷ്യർ, ഇപ്പോൾ ദൈവദാസന്മാർക്കൂടായിരിക്കും ദൈവം സംസാരിക്കുന്നത്, ദൈവം നേരിട്ടായിരിക്കും. അത് വെറും ഒരു ശബ്ദമായിട്ടോ വെറും ഒരു വചനമായിട്ടോ കേൾക്കാതെ, എൻ്റെ ദൈവം, സർവശക്തനായ ദൈവം, സർവ അധികാരിയായ ദൈവം, പിശാചിനെ പോലും കൽപ്പിക്കുന്നവൻ, ലോകത്തിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആരാ? രാഷ്ട്രീയക്കാരാണോ? അല്ല. ഒരു കാര്യം തീരുമാനിക്കുന്നത് ഭരണകർത്താവ് ഒന്നുമല്ല. ഒരു കാര്യം ഇപ്പോൾ ഈ വലിയ ഭൂരിപക്ഷത്തോട് ബീഹാറിൽ ജയിച്ചു കഴിഞ്ഞ ദിവസം. ഇത്രാം വർഷമാണ്, ഇത്രാമത്തെ പ്രാവശ്യമാണ് താൻ വീണ്ടും കയറുന്നത്. ദൈവമക്കെല്ലാം ഒത്തിരി പേർ സഭകൾ ചിലപ്പം പ്രാർത്ഥിച്ച് കാണും, കർത്താവെ അവരെ കയറ്റല്ലേ. കഷ്ടത വന്നാലേ സഭ ഉണരത്തുള്ളൂ. ആർക്കറിയാം? ദൈവത്തിനറിയാം. മോഡി അല്ലെങ്കിൽ അവിടെയൊക്കെ കള്ളവോട്ടിൻ്റെ ഒരു സ്ഥലമാണ്, ഞങ്ങൾക്ക് അറിയാമല്ലോ. പലവട്ടം വീഡിയോ വന്നതാണ്. അവിടുത്തെ MLA യോ ഭരണാധികാരികളോ സർപ്പഞ്ച് മതി, അവരൊക്കെ ഗുണ്ടകളാണ്. അവിടെ വന്ന് നിൽക്കും, ഓരോരുത്തരുടെ ആധാർ കാർഡ് വാങ്ങിക്കും, നീ അവിടെ നിന്നോ, അവരാ കുത്തുന്നു, നീ പൊക്കോ. അടുത്ത ആട് വാങ്ങിക്കും. അവരെല്ലാം ആ ഓഫീസേഴ്സ് എല്ലാം അവരെ കൊന്നുകളയും, അവരെല്ലാം പിന്നെ ഡ്യൂട്ടിക്ക് വന്നിട്ട് തിരിച്ചു പോകത്തില്ല. ഇത്രയും ഗുണ്ടായുസത്തോട് വീണ്ടും ഇവർ ജയിക്കുക, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ ആ പാർട്ടി ജയിക്കുക എന്ന് പറയുമ്പോൾ ഇതാരെ അനുവദിച്ചിട്ടാ? എൻ്റെ ദൈവം അറിയാഞ്ഞിട്ടാണോ? ദൈവം അനുവദിച്ചിട്ടാണ്. ദൈവം അനുവദിക്കാതെ ആർക്കും ഒന്നും ചെയ്യുവാൻ, സാത്താൻ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നമ്മൾ വിശ്വസിക്കണം. വെറുതെ അല്ല. അതുകൊണ്ട് ഒരു സ്ഥലത്ത് ഇന്നവർ ജയിക്കണേന്നോ ഇന്നവർ തോക്കണേന്നോ ഒന്നും സഭകളൊക്കെ ഇതൊക്കെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നു. തിരുവല്ലയിലൊക്കെ പറഞ്ഞിട്ട് ഗ്രൗണ്ട് എടുത്തിട്ട് ഇവർ ജയിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തിയ ഞാൻ ഒരിക്കലും ഓർക്കുന്നു. എന്നിട്ടും അവർ ജയിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ വന്നിരുന്ന് പ്രാർത്ഥിച്ച അത് പലപ്പോഴും കുമ്മനാർ കൺവെൻഷനും ഒക്കെ ഇതിങ്ങനെ പലപ്പോഴും ഒരു വിഷയം, വേറെ എന്തും വേണ്ടി വിഷയങ്ങളുണ്ടെന്നേ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്തും വേണ്ടി. ആര് ജയിക്കണം ആര് തോക്കണം എന്നൊന്നും സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന അതാണോ? രാഷ്ട്രീയമാണോ? സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ഇഷ്ടത്തിന് ജോലിയാണ്. നിങ്ങൾക്ക് അനുഭവമുള്ള അല്ലെങ്കിൽ ആളെ വ്യക്തി കണ്ട് നിങ്ങൾ പോയി വോട്ടൊക്കെ ചെയ്തു, അതിന് കുഴപ്പമൊന്നുമില്ല, അതൊരു പൗരൻ്റെ അവകാശമാണ്. പക്ഷേ അതൊന്നും വേറെ അടുത്തൊരാളടുത്ത് പറയാൻ പോകല്ലേ. കാര്യം രാഷ്ട്രീയമൊന്നുമല്ല സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തുവാ? അനേകരെ പ്രബോധിപ്പിക്കുവാൻ. നമ്മൾ വായിച്ചില്ലേ? അനേകരെ ആശ്വസിപ്പിക്കുവാൻ, അനേകരെ ഉത്സാഹിപ്പിക്കുവാൻ, അനേകരെ ചാർജ് ചെയ്യുവാൻ. ഇതൊരു ഓട്ടമാ ദൈവമക്കളെ. നിങ്ങൾക്ക് ഹല്ലേലൂയ, ദൈവം ഇത്രയും കൃപ തന്നിട്ടുണ്ട്. വീഴാതെ തളരാതെ ഓടാൻ ഈ മരുഭൂമി യാത്രയിൽ നിങ്ങൾ ഓടുമ്പോൾ അനേകരെ കാണും, സൈഡായിരിക്കുന്നവരെ കാണും. ഈ യാത്രയിൽ ഓടാൻ കഴിയുമോ? അത് നമ്മളെക്കാൾ നല്ല വിളിയുള്ളവരൊക്കെ ക്ഷീണിച്ചിരിക്കുന്നവരെ കാണും. അവരെയൊക്കെ ദൈവദാസന്മാരെ വരെ ചിലപ്പോൾ നിങ്ങളെ ഉത്സാഹിപ്പിക്കുവാൻ ദൈവം നിങ്ങളെ എന്ത് ചെയ്യും? ഉപയോഗിക്കും. പ്രൈസ് ലോർഡ്. അനേക ദൈവദാസന്മാർ ക്ഷീണിച്ച് മാറി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, നിങ്ങൾ കേട്ട ആ വചനം അത് ഞങ്ങളിൽ നിന്നൊരു മനുഷ്യൻ്റെ വാക്കായിട്ട് കേൾക്കാതെ നിങ്ങളതിനെ ഒരു രാജശബ്ദമായിട്ട്, അല്ലെങ്കിൽ സാക്ഷാൽ ദൈവം എന്നോട് സംസാരിച്ചു എന്ന് കേട്ട് അനുസരിച്ച് അത് വിശ്വസിച്ച് അതിങ്ങെന്ത് ചെയ്തു? ഏറ്റെടുത്തു. അത് ആമേൻ പറഞ്ഞ് ചിലരൊക്കെ ആമേൻ പറയാൻ വെല്ലുമെടുക്കാൻ, അതൊരു പ്രത്യേകിച്ചൊരു ഒരു ന്യൂജൻ സഭയുടെ ഒരു രീതി. ഒരു കാര്യം അങ്ങോട്ട് പറയുമ്പോൾ ആ മേൻ ഇല്ലേ, അങ്ങനെ ഒരു ടോണൊക്കെയാണ്. ആ മേനൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങ് പാസ്സാക്കും. അത് ഈ ബോർഡ് മീറ്റിങ്സിനൊക്കെ അങ്ങനെ ഉണ്ട്. അത് പാസ്സാക്കുക എന്ന് പറയും. അപ്പോൾ എല്ലാവരോടും ഒന്നിച്ച് കൺസെൻറ്റ് കൊടുത്ത് എന്ത് ചെയ്തു? അതങ്ങ് പാസ്സാക്കും. ആ ആമേൻ്റെ കാര്യമല്ല പറഞ്ഞത്. ആ വചനം ദൈവത്തിന്, കർത്താവ് എന്നോട് സംസാരിച്ചു, ഞാൻ അനുസരിക്കും. അതിന് വരുന്ന ഭവിഷ്യത്തുകളോ അതിന് നാളെ ഉണ്ടാകാൻ ഒന്നും ഞാൻ ബുദ്ധിയിൽ ചിന്തിക്കാൻ പോകുന്നില്ല. ലോർഡ്, യു ഹാവ് സ്പോക്കൺ ടു മീ. ദൈവം എന്നോട് സംസാരിച്ചു, ഞാനത് എന്ത് ചെയ്യുന്നു? അതവിടെ നിങ്ങളാവുന്ന 2-3 വട്ടം വായിക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ ഒരു മനുഷ്യൻ്റെ ശബ്ദമായിട്ടല്ല, നിങ്ങളത് കംപ്ലീറ്റ്ലി വിശ്വസിച്ചു ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് അതിങ്ങ് ഏറ്റെടുത്ത് എല്ലാവർക്കും ഇല്ല. അതുപോലെ ഏറ്റെടുത്തവർക്ക് അത് അധികാരത്തോടുകൂടി, അതിൻ്റെ ആ രാജശബ്ദമാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പ്രാധാന്യതയോടുകൂടി, അതിൻ്റെ ഗൗരവത്തോടുകൂടി, അതിൻ്റെ മഹത്വത്തോടുകൂടി ആ ശബ്ദം, ആ ആലോചന നിങ്ങൾ ഏറ്റെടുത്തത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതെന്ത് ചെയ്തു? ഇറ്റ് എഫക്റ്റീവ്ലി വർക്ക്സ് ഇൻ യു. പലരും പറയും, എന്തുകൊണ്ട് എനിക്കൊരു ഉത്സാഹമില്ല? ദൈവശക്തി പലപ്പോഴും വായിക്കും, ഒത്തിരി ബൈബിൾ വായിക്കും, വചനം കേൾക്കും, എനിക്കത് ഒരു എഫക്റ്റ് ഉണ്ടാകുന്നില്ല.
ഒരു ശക്തി പകരുന്നില്ല, എനിക്ക് വേണ്ട പോലെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് വേണ്ട പോലെ ഞാനങ്ങ് ഉണ്ടല്ലോ ഒരു ശൂന്യത തോന്നുന്നു. എന്താ കാരണം? വചനത്തിന് ശക്തി ഇല്ലാത്തതുകൊണ്ടല്ല, ഞാനതിൻ്റെ ഗൗരവത്തോട് വേണ്ട പോലെ ഏറ്റെടുക്കാത്തതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി. എൻ്റെ 14-15 വായിച്ചേ. സഹോദരന്മാരെ, യഹൂദിയിൽ ക്രിസ്തുയേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും. എവിടെ എഴുതിയേക്കുന്ന യഹൂദന്മാർ, അവിടെ നിന്ന് വന്ന വിശ്വാസികൾ യഹൂദന്മാരാൽ അനുഭവിച്ചതുപോലെ തന്നെ അവർ വളരെ പേടിച്ചല്ലേ. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായമൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ അവർ വളരെ ഭയന്നാണ് അവർ മാളിക മുറിയിലൊക്കെ ഇരുന്ന് അവർ പ്രാർത്ഥിച്ചത്. കാര്യം ഈ സമയത്ത് റോമൻ പടയാളികൾ വന്ന് പിടിക്കും, യഹൂദ കൗൺസിൽ വന്ന് ഒറ്റിക്കൊടുക്കും, അല്ലെ അവർ വന്ന് ഞങ്ങളെ പിടിച്ച് അവരെ ഏൽപ്പിക്കും. നമുക്കറിയാം. അപ്പോൾ ആരൊക്കെ ക്രിസ്തുവിനെ അനുകരിക്കുന്ന പൗലോസ് ശൗലായിരുന്ന സമയത്തൊക്കെ അതല്ലേ ചെയ്തത്. ഡെമസ്കസിൽ നിന്ന് അവരെ ചങ്ങലയിൽ കെട്ടി വലിച്ചെരച്ചുകൊണ്ട് എന്ത് ചെയ്തു? അവരെ യെരുശലേമിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലാൻ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നു. ആ ഐഡിയ കൊള്ളാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദേശത്തു നിന്ന് എന്ത് ചെയ്തു? അപ്പോൾ യഹൂദന്മാരെ പേടിച്ച് യഹൂദന്മാർക്ക് വന്ന കഷ്ടത പോലെ തന്നെ തെസ്സലോനിക്ക സഭയോട് പറയാം, നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം ജനത്തിൽ. അപ്പോൾ ഒത്തിരി ഒരാൾ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ഇത് ദൈവ ശബ്ദമായിട്ട് ഇങ്ങനെ ഏറ്റെടുക്കുമ്പോൾ തുടങ്ങും അവരുടെ ജീവിതത്തിൽ പ്രശ്നം. യോസേഫിനോട് ചോദിച്ചാൽ യോസേഫ് കറക്റ്റായിട്ട് പറയും, ഒരു കുഴപ്പവുമില്ലാതെ അപ്പൻ്റെ പ്രിയ മോനായിട്ട് പല കളർ ഡ്രസ്സും തയ്ച്ച് തന്നു. വേണ്ടതെല്ലാം ചേട്ടന്മാർക്ക് അസൂയ വരുമാർ, സ്വന്തം ചേട്ടന്മാർക്ക് അസൂയ വന്നിട്ട് കൊല്ലാനും, അനിയനെ മാത്രം എന്തുകൊണ്ട് സ്നേഹിക്കുന്നു? അസൂയ വന്നിട്ട് അവനെ അങ്ങോട്ട് ഇല്ലാതാക്കണം. ഒരാൾ പറഞ്ഞു കൊല്ലണ്ട, നമുക്ക് പൊട്ടക്കിണറ്റിലങ്ങ് ഇട്ടാൽ മതി. പിന്നെയും കഷ്ടം തോന്നി, കൊട്ടക്കിണറ്റ് ഇട്ടാൽ കുറച്ച് കഴിഞ്ഞ് ചത്തുപോയില്ലോ, അവിടുന്ന് എടുത്ത് വിറ്റു, അടിമയായിട്ട് എവിടെയെങ്കിലും പോയി അവൻ ജീവിച്ചോട്ടെ, ഇവിടെ നിന്നെ കണ്ടേക്കല്ല. അത്രയ്ക്ക് അസൂയ തോന്നുമാരെ കരുതി. ആര് കരുതി? അപ്പൻ കരുതി, യാക്കോബ് കരുതി. അപ്പോൾ യോസേഫ് ദർശനം കണ്ടപ്പം തുടങ്ങിയതാ പ്രശ്നം. അതുവരെയും യോസേഫിന് എന്തുവാ? ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ദൈവം തന്നോട് ഇടപെട്ടു. നിന്നെ വിളിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയ്ക്കായിട്ടാണ്, മറ്റുള്ളവർക്ക് മുഴുവനും ഒരു ആശ്വാസമായി തീരുവാൻ, മറ്റുള്ളവർക്കൊക്കെ ഒരു പ്രൊവൈഡറായി തീരുവാൻ, മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ, അവരുടെ ക്ഷീണത്തിൽ അവർക്ക് വേണ്ടി, ആ ജനത്തിന് വേണ്ടി, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ധൈര്യമായിട്ട് ഫറവോൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നിന്നെ കണ്ട ശുശ്രൂഷ ദൈവം ഇടപെട്ടു. ആ ശബ്ദം, ആ വിളി ഏറ്റെടുത്തു. തുടങ്ങി തൻ്റെ ജീവിതത്തിൽ പ്രശ്നം. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ, പാപം ചെയ്യാത്തടത്ത് പാപിയായിട്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ എന്തെങ്കിലും ഒരു പാപം യോസഫ് അങ്ങ് ചെയ്തായിരുന്നെങ്കിൽ തനിക്ക് അത്രയും വിഷമം ഉണ്ടാകത്തില്ലായിരുന്നു. അത്രയും ടെംപ്റ്റ് ചെയ്ത് ആ സ്ത്രീ വന്നിട്ട് ഞാൻ ആരാ, ഞാൻ ദൈവ പൈതലാന്ന് പറഞ്ഞു വചനത്തിന് വേണ്ടി നിന്ന് ഒരു പാപത്തിൻ്റെ അംശം പോലും തൻ്റെ ഇല്ലായിട്ടും താൻ വ്യഭിചാരിയാന്ന് പറഞ്ഞ് തന്നെ പിടിച്ച് എന്ത് ചെയ്തു? ജയിലിലിട്ടു. അതൊക്കെ ആ ജയിലിൽ ആൾക്കാർ കാണുന്ന എങ്ങനെയായിട്ട് ജയിലിൽ വരുന്നവരെ അങ്ങനെയാണല്ലോ. പുതിയൊരാളോട് വരുമ്പോൾ ഇവനെ എന്തായിരുന്നു ഇവൻ്റെ കുറ്റം? വ്യഭിചാരി, കണ്ട് ആ സാറിൻ്റെ ഭാര്യയെ എന്നൊക്കെ പറഞ്ഞ് ആ 7 വർഷം അല്ല എത്ര വർഷം അവിടെ കിടന്ന് താൻ ചെയ്യാത്ത കുറ്റത്തിന് നിന്നേം അനുഭവിച്ച്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം തന്നോട് ഇടപെടുമ്പോൾ തുടങ്ങുന്നതാണ് ഇവിടെ. ഹല്ലേലൂയ. അതുവരെയും ഈ 120 പേര് മാളിക മുറിയിലൊക്കെ പ്രാർത്ഥിച്ച് നിങ്ങൾക്കറിയാം. നിങ്ങൾ 8-ാം അധ്യായം ആദ്യത്തെ 5 വാക്യങ്ങളൊന്ന് വായിക്കുക. അവിടെ എഴുതിയേക്കുന്ന പടയാളികളെ ഭയന്ന് അവർ ഭയന്ന് അകത്തിരുന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ വചനം, ആ രക്ഷയുടെ വചനം പത്രോസ് ആദ്യം പ്രസംഗിച്ചപ്പോൾ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ഈ ഒരു പ്രസംഗം കേട്ട പിന്നെ തുടങ്ങിയ പ്രശ്നമാണ് യെരൂശലേമിലെ ദൈവമക്കൾക്ക്, അല്ലേ? അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർ ദൈവത്തോട് ചോദിച്ചു, അല്ലെ അവരവിടെ ദൈവദാസനോട് ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതിന് മറുപടിയായിട്ട് ഈ വാക്യം അങ്ങോട്ട് പറഞ്ഞു. ആ വചനം അവർ ഏറ്റെടുത്തു. പലരും സ്നാനപ്പെടാൻ തീരുമാനമെടുത്തു, ആത്മാവിനാൽ നിറച്ചു. അന്ന് തുടങ്ങിയ പ്രശ്നമാണ് യെരൂശലേമിലെ സഭയ്ക്ക്. ഭയങ്കര പീഡനം, കഷ്ടത. അങ്ങനെയാണ് യെരൂശലേമിലെ സഭയിലെ ദൈവമക്കൾ മറ്റുള്ള പല രാജ്യത്തിലേക്ക് ചിതറിപ്പോയത്. ഒരു ദേശത്ത് താമസിക്കാതെ അവർ ചിതറിപ്പോവും. അപ്പോൾ ഗാസയിലൊക്കെയാണ് സംഭവിച്ചത്, അല്ലേ? ഗാസയിൽ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഫിലിസ്തീനിയാന്ന് കണ്ടു കഴിഞ്ഞാൽ
ഈ ഇസ്രായേൽ മക്കൾ അവരെ കൊല്ലു. അങ്ങനെ ഓടിച്ചിട്ട് കൊല്ലാൻ നോക്കിയപ്പോൾ എത്ര പേരാണ് പലായനം ചെയ്തത്. അപ്പോൾ ഒരു ദേശത്തുനിന്ന് പലായനം ചെയ്യണമെങ്കിൽ, മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ ആ ദേശത്ത് ഒട്ടും ജീവിക്കുവാൻ പറ്റാത്ത ഒരവസ്ഥ ദൈവമക്കൾക്ക് യെരൂശലേമിലുണ്ടായി. ആ കാര്യം എടുത്തു വെച്ച് ഇവിടെ പറഞ്ഞിട്ടാണ് പറയുന്നത്, അവരുടെയൊക്കെ മധ്യത്തിൽ നിങ്ങൾ മനുഷ്യൻ്റെ ശബ്ദമായിട്ട് കേൾക്കാതെ ദൈവത്തിൻ്റെ ശബ്ദം എന്ന പോലെ നിങ്ങൾ കേട്ടോണ്ട്. തെസ്സലോനിക്ക സഭ 1-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിച്ചില്ല. 3-ാം അധ്യായത്തിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു. കഷ്ടതയ്ക്കായിട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഒരു വചനം അത് ദൈവശക്തിയായിട്ട് വ്യാപരിക്കണമെങ്കിൽ റോമാലേഖനത്തിൽ പറയുന്നില്ലേ, വിശ്വാസം കേൾവിയാല. എന്ത് കേൾവിയാല? ദൈവവചനത്തിൽ ഇല്ലേ? റോമാലേഖനം 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. ഇത് കേട്ട്, അതുകൊണ്ട് അവിടെ തന്നെ അധ്യായത്തിൻ്റെ അകത്ത് പറയുന്നത്, നിങ്ങൾ പറയാതെ അവരെന്ത് ചെയ്യും? എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ അത് കേട്ടു മനുഷ്യൻ്റെ ശബ്ദമായിട്ടല്ല, അത് വിശ്വാസം ആ ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പരിവർത്തനം, മാറ്റം ആണ് റോമാലേഖനം 8-ാം അധ്യായത്തിനകത്ത് 10-ാം അധ്യായത്തിനകത്തൊക്കെ എഴുതിയിരിക്കുന്ന യേശു പറയുന്നൊരു ഭാഗം ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിക്കുമായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം. ആ കേൾക്കുമ്പോൾ അത് ശ്രദ്ധയോടുകൂടി കേൾക്കണം. എന്തുകൊണ്ടാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 8-ാം അധ്യായം 18-ാമത്തെ വാക്യം എന്ന് വായിച്ചാൽ ലൂക്ക് 8:18. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോട് ഉണ്ട് എന്ന് തോന്നുന്നുകൂടെ എടുത്തുകളയും. വിശ്വാസത്താൽ നമ്മളത് കേട്ടു, വിശ്വസിച്ചു, ആ വചനം എൻ്റെ ഉള്ളിൽ നിലനിൽക്കണം. അത് നിലനിന്നില്ലെങ്കിൽ, അത് ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് ഞാനത് ഏറ്റെടുത്ത് നിലനിന്നില്ലെങ്കിൽ, യേശു പറയുക, ഉള്ളവൻ ഞാൻ വീണ്ടും കൊടുക്കും, ഇല്ലാത്തവൻ, അതൊരു അനീതിയല്ല. നമ്മൾ പെട്ടെന്ന് ആ വാക്യമായി, എനിക്കറിയാവുന്ന ഒരു വാക്യം, നമ്മൾ നേരത്തെയും ചിന്തിച്ചിട്ടുള്ളൊരു വാക്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനൊക്കെ പറയുന്നത്, നിൻ്റെ വചനം കേട്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഭരിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന ഐ ഹാവ് ഹിഡ് ഇറ്റ് ഇൻ മൈ ഹാർട്ട്. കേൾക്കുന്ന വചനം ശത്രു എടുത്തുകൊണ്ട് പോകാതെ എൻ്റെ ഹൃദയത്തിൽ ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ 119 പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ വാക്യത്തിൽ എഴുതിയേക്കുന്നത്, കേൾക്കുന്നത് എന്ത് ചെയ്യണം? ശ്രദ്ധയോടുകൂടി. ടേക്ക് ഹീഡ് ടു വാട്ട് എവർ യു ഹിയർ എന്ന് എഴുതിയിരിക്കുന്നത്. കേൾക്കുന്ന ശ്രദ്ധയോടുകൂടി കേൾക്കണം. എന്നിട്ട് കർത്താവ് അടുത്ത് പറയുന്ന ഒരു വാക്യമാണ്, ഉള്ളവന് ഞാൻ വീണ്ടും എല്ലാവരോടും. ഇപ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവ് എല്ലാവരോടും സംസാരിക്കുന്നു. എപ്പോൾ കർത്താവ് ഇടപെടുമ്പോഴും ആർക്കും ഒരു മാറ്റം, ഒരു വ്യത്യാസമില്ലാതെ, ദൂരെ നിന്ന് വന്നോ അടുത്തുനിന്ന് വന്നോ, വർഷങ്ങളായിട്ട് വിശ്വാസിയാണെന്നോ പുതിയ വിശ്വാസിയാണെന്നോ വല്ലതും വ്യത്യാസം വെച്ചാണോ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്? അല്ല, എന്നോടും നിങ്ങളോടും ഒരുപോലാണ് കർത്താവ് സംസാരിക്കുന്നത്. ഒരു വ്യത്യാസവും, ആരോടും ഒരു പ്രത്യേകതയും കർത്താവിനില്ല. പിന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇല്ലാത്തവന് ഞാൻ, അത് സത്യം പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു അനീതിയായിട്ട് തോന്നിക്കും ഇല്ലേ? അവനില്ല, അവൻ്റേത് ഉള്ളതോട് കർത്താവ് ഇങ്ങെടുക്കും. ചിലർക്കുണ്ട്, അവർക്ക് വീണ്ടും കർത്താവ് കൊടുക്കും. അതൊരു പെട്ടെന്നൊരു അനീതി പോലെ തോന്നിക്കുക. അതല്ല, എല്ലാവരോടും ദൈവം ഇടപെട്ടതാണ്. ആരാണത് ദൈവത്തിൻ്റെ ശബ്ദമായിട്ട്, രാജശബ്ദമായിട്ട് ആ വചനം ഉള്ളിൽ ദൈവത്തിൻ്റെ ശബ്ദമാണെന്നനുസരിച്ച് അത് സൂക്ഷിച്ചു വെക്കുന്നോ, അതിന് പ്രാധാന്യത കൊടുക്കുന്നവർക്ക്, ആ വെളിപ്പാടിന് പ്രാധാന്യത കൊടുക്കുന്നവർക്ക് വീണ്ടും കർത്താവ് വെളിപ്പാട് തരും. മനസ്സിലായോ? അല്ലാത്തവർക്ക് കർത്താവ് എന്ത് ചെയ്യത്തില്ല. ഇതിന് വലിയ പ്രാധാന്യത കൊടുത്ത്, ഞാൻ കേട്ടു, എനിക്കതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എൻ്റെ പല കാര്യമാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുവാണെങ്കിൽ, ആ വചനം ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യും? കർത്താവ് തന്നെ എടുത്തങ്ങ് മാറ്റും. കാര്യം പന്നികളോട് മുത്ത് കൊടുത്തിട്ട് കാര്യമില്ല. അതിൻ്റെ പ്രാധാന്യത അറിയാത്തവന് വചന വെളിപ്പാട് കൊടുത്തിട്ട് എന്നാ കാര്യം? നിങ്ങൾ മനസ്സിലായോ? സ്തോത്രം. അല്ല, അപ്പം പ്രൈസ് ലോർഡ്, നമ്മൾ ഈ ദിവസങ്ങൾ വചന വെളിപ്പാടിനാണല്ലോ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്കൊക്കെ പ്രബോധനത്തിനൊരു നല്ല സമയം ഈ സഭയിൽ കിട്ടുന്നുണ്ടല്ലോ. സ്തോത്രം. അപ്പം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ഉള്ള ഒരു കാര്യമാണ് ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയേക്കുന്നത്. അത് വചനം കേൾക്കുന്നത് മനുഷ്യൻ്റെ ശബ്ദമായിട്ടല്ല, ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് അതിന് പ്രാധാന്യത കൊടുത്ത്, അതിന് ജീവിതത്തിൽ മറ്റുള്ള എന്ത് ലോകത്തിൻ്റെ വിഷയത്തിനേക്കാൾ പ്രാധാന്യത കൊടുത്ത് അത് ധ്യാനിച്ച്, അത് വീണ്ടും വീണ്ടും ധ്യാനിച്ച്, അങ്ങനെയുള്ളവർക്ക് കർത്താവ് വീണ്ടും വെളിപ്പാട് എന്ത് ചെയ്യും? കൊടുക്കുക. അതിൻ്റെ പ്രാധാന്യത അറിയാത്തവന് കർത്താവ് അവനോട് ഇടപെടൽ നിർത്തും. അവൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അതുകൂടെ എടുക്കും എന്ന് വളരെ വ്യക്തമായിട്ടത് ഒരു അനീതിയുമല്ല. നിനക്ക് നിങ്ങളത് അതിൻ്റെ പ്രാധാന്യത്തോട് കൂടി തന്നെ എടുക്കണം എന്നുള്ള സീരിയസ്നെസ്സാണ് കർത്താവ് പറയുന്നത്. ആരത് രാജശബ്ദമായിട്ട് എടുക്കുന്നു, ആരത് പിതാവിൻ്റെ ശബ്ദം അല്ലെങ്കിൽ വലിയവനായ ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് എടുക്കുന്നു, അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും ഈ വചനം. അവർക്കാണ് വീണ്ടും ഇവിടെ ലൂക്കോസ് സുവിശേഷം എഴുതിയിരിക്കുന്നത്, വീണ്ടും വെളിപ്പാടുകൾ കർത്താവ് കൊടുക്കും.
ദൈവം അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ശുശ്രൂഷ, ആരാണ് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അതിൻ്റെ പ്രാധാന്യതയോടുകൂടി ചെയ്യുന്നവന് വീണ്ടും കർത്താവ് എന്ത് കൊടുക്കും? ശുശ്രൂഷ കൊടുക്കും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപകൾ, താലന്തുകൾ, ആരാണ് അതിൻ്റെ പ്രാധാന്യത കൂടും എടുക്കുന്നത് അവർക്ക് വീണ്ടും എന്തു ചെയ്യും? കർത്താവ് എന്തു ചെയ്യും? താലന്തുകൾ കൊടുക്കും. അതുകൊണ്ട് ഒരാൾക്ക് വെളിപ്പാട് കൂടുതൽ കിട്ടി, ഒരാൾക്ക് താലന്ത് കൂടുതൽ കിട്ടി, അവരെ കണ്ട് അസൂയപ്പെടേണ്ട ആവശ്യമില്ല. അതിൽ എൻ്റെ അവിശ്വസ്തത ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നെ ദൈവം ഏൽപ്പിക്കുന്ന ഓരോ ശുശ്രൂഷകൾ, വെളിപ്പാടുകൾ, അതിൻ്റെ കൃപകൾ, കൃപാവരങ്ങൾ, അതിൻ്റെ പ്രാധാന്യത ഞാൻ കൊടുത്തില്ലെങ്കിൽ എനിക്കുള്ളത് കർത്താവ് എന്തു ചെയ്യും? ഉള്ളതോട് കർത്താവ് എടുക്കും. പക്ഷേ ഉള്ളവനോ, അത് സൂക്ഷിച്ചു വെക്കുന്നവനോ, അത് ധ്യാനിച്ച് ആ താലന്തുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലൊരു വർധന ഉണ്ടാവുന്നു. അതുതന്നെയല്ലേ നമ്മൾ താലന്തുകളുടെ ഉപമയിലും നമ്മൾ കണ്ടത്. 5 ഉള്ളവന് കർത്താവ് എന്ത് ചെയ്തു? 10 കൊടുത്തു, 5 കൂടെ കൊടുത്തു എന്ന് വെച്ചാൽ 10 ആക്കി. പ്രൈസ്. 2 ഉള്ളവന് കർത്താവ് എന്ത് ചെയ്തു? ഹാലല്ലേ. അപ്പം വീണ്ടും വീണ്ടും കർത്താവ് കൊടുക്കും. ഇല്ലാത്തവനോ ഒന്നും അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ വാക്യത്തിൻ്റെ അർത്ഥം. ആ ഇല്ലാത്തവൻ ഉള്ളതോട് കർത്താവ് എടുത്തിട്ട് അവനെ പല്ലുകടി അവിശ്വസ്തനായിട്ട് എണ്ണി. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കും. ഇവിടെ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന ഈ സഭയെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ഹല്ലേലൂയ അവിടെ എല്ലാം എഴുതിയിരിക്കുന്നതിൻ്റെ 16-ാമത്തെ വാക്യം കൂടി വായിച്ചു നിർത്താം. ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരും ആകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കും. ഈ വചനം ഏറ്റെടുത്ത് അതനുസരിച്ച് നിൽക്കാത്തവർ അവിടെ എഴുതിയിരിക്കുന്നത് അവർക്കൊക്കെ ദൈവം ഓപ്പർച്യൂണിറ്റി കൊടുത്തു, ചാൻസ് കൊടുത്തു. പക്ഷെ അവർ ദൈവത്തെ അംഗീകരിക്കാതെ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാത്തവരുടെ മേൽ ദൈവ കോപം വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെ അടുത്ത ആഴ്ച നമുക്ക് അതിൻ്റെ ആ ഭാഗം വായിക്കാം. 17-ാമത്തെ വാക്യം പോയിട്ട് എഴുതിയിരിക്കുന്ന പക്ഷെ ഞങ്ങൾ എല്ലായിടത്തും എഴുതിയിട്ടുണ്ട് അവരങ്ങനെ ആയിരിക്കുമ്പോൾ ഞങ്ങളങ്ങനല്ല. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ സഭയെ ഓർപ്പിക്കുക, നമ്മളെ അതിനല്ല വിളിച്ചിരിക്കുന്നത്. ദൈവകോപം നമ്മുടെ മേലോ, നമ്മുടെ കുടുംബത്തിൻ്റെ മേലോ, നമ്മുടെ സഭയുടെ മേലോ വരുവാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ആരും അവിശ്വസ്തരായി തീരല്ലേ എന്ന് തെസ്സലോനിക്ക സഭയെ ഓർപ്പിക്കുന്നത്. അവരുടെ മേൽ ദൈവകോപം വരുമ്പോൾ നമ്മളെങ്ങനെ ആയിരിക്കണം എന്നാണ് അടുത്ത വാക്യം തൊട്ട് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഹല്ലേലൂയ. വീണ്ടും വചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട് അവരൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ, പക്ഷെ നമ്മൾ പരിച്ഛേദനക്കാരാണ് എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു വേർപാട് പാലിക്കുന്നവരാണ്, വിശുദ്ധി പാലിക്കുന്നവരാണ്. പ്രാഗൽഭ്യത്തോടുകൂടി ദൈവമക്കളെ നമ്മുടെ കോണ്ടാക്ട്സിനോടൊക്കെ കർത്താവിനെ പറ്റി പറയണമെങ്കിൽ അതിനുള്ള കൃപയോട് നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ, ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. വീണ്ടും